വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഇന്ന് കീമിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച്. സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഫീസ് പേ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ പേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്തിനാണ് ഈ ഫീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കുറെ സ്റ്റുഡൻസ് അവരൊരു പക്ഷേ അലോട്ട്മെന്റ് കിട്ടിയാലും സീറ്റ് കിട്ടിയാലും ജോയിൻ ചെയ്യണമെന്ന് അതായത് ജോയിൻ ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമില്ല, പക്ഷെ എന്നാലും റാങ്ക് വെച്ച് എവിടെ കിട്ടും എന്നറിയാൻ വേണ്ടി മാത്രം ഓപ്ഷൻസ് കൊടുക്കുന്ന കുറെ പേരുണ്ട്. അപ്പോൾ അത് ഒരു പരിധി വരെ ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ വെച്ചിരിക്കുന്നത്. എന്നാൽ കൃത്യമായി നമുക്ക് സീറ്റ് കിട്ടി നമ്മൾ അവിടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഫീസ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഒന്നിൽ റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ഫീയിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് കൃത്യമായി ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ അവിടെ ജോയിൻ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളവർ മാത്രം ഓപ്ഷൻസ് കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു കോംപ്ലക്സിറ്റി ഒഴിവാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി പേ ചെയ്യാം. പിന്നെ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, രജിസ്ട്രേഷൻ ഫീസ് ഓഫ് ദോസ് കാൻഡിഡേറ്റ്സ് who do not get allotment will be refunded. ഇനി ഒരു പക്ഷെ നമുക്ക് എവിടെയും അലോട്ട്മെന്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം, നമ്മുടെ റാങ്ക് വെച്ച് നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് എവിടെയും അലോട്ട്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ എമൗണ്ട് റീഫണ്ട് ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ ചില സ്റ്റുഡൻസ് ഉണ്ടാവും, അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്കാണ്, പക്ഷെ ഇന്ന കോളേജിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് പോകണം, അങ്ങനെയുള്ളവരുണ്ടെങ്കിലും അതായത് അവർക്ക് അലോട്ട്മെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അലോട്ട്മെന്റ് കിട്ടി, ഏതെങ്കിലും ഒരു കോളേജിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോഴ്സ് ഫീയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ സീറ്റ് കിട്ടിയിട്ട് നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ ഇതൊരു പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും, നമുക്ക് ആ എമൗണ്ട് കിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്ത് അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ ക്വിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു പെനാൽറ്റി ആയിട്ട് കണക്കാക്കും, അത് റീഫണ്ട് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് കിടക്കാനായിട്ട്. അപ്പൊ ആ ഒരു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഇടുക, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.